നമുക്ക് വേണ്ടി മാത്രം കരയുന്നവരായി തീരരുത്, മറിച്ച് ലോകത്ത് തെറ്റിപ്പോകുന്ന സകല തലമുറകൾക്ക് വേണ്ടിയിട്ടും സകല കുടുംബങ്ങൾക്ക് വേണ്ടിയും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരണം. ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന, യേശു ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി വിശുദ്ധ സഭായോഗത്തിന് വന്ന് ആരാധിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അതേ തലമുറകളെ ടാർഗറ്റ് ചെയ്ത് സാത്താൻ അവനെ മാത്രം പുറത്തോട്ട് കൊണ്ടുപോയി അവനോട് വ്യാജം പറഞ്ഞു കൊടുത്ത്, ബോസ്ക് പറഞ്ഞു കൊടുത്ത് അവന്റെ മൈൻഡിനെ മാറ്റിമറിക്കുന്ന പൈശാചിക ശക്തി. ഒരു കാലത്ത് പ്രാകൃത മനുഷ്യരായിരുന്നു നമ്മളും, അല്ലെ? യഥാർത്ഥത്തിൽ എന്തുവാണ് വചനം? യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തുവിന്റെ കൽപ്പന എന്താണ്? അവൻ യേശുക്രിസ്തു പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി അറിയാതെ നടന്ന പ്രാകൃത മനുഷ്യരായിരുന്നു നമ്മളെല്ലാവരും. ആ പ്രാകൃത മനുഷ്യരായിരുന്ന, കാട്ടൊലിവായിരുന്ന നമ്മളെ നാട്ടൊലിവിനോട് ഒട്ടിച്ച ദൈവത്തിന്റെ സ്നേഹം നാം മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ വീണ്ടും സഭയ്ക്കകത്ത് വന്നിരുന്നിട്ട് സഭയ്ക്കകത്തു നിന്ന് പോലും ശത്രുവാകുന്ന സാത്താൻ വന്ന് റാഞ്ചിക്കൊണ്ടു പോകുന്ന